ഇത് മരത്തിൻ്റെ കടയ്ക്ക് റംബൂട്ടാൻ കിടക്കുന്ന കണ്ടിട്ട് ആരും വിഷമിക്കേണ്ട, ഇത് പറിച്ചിട്ടേക്കുന്നത് തന്നെയാണ്. സത്യത്തിൽ ഇത് തോട്ടിക്ക് പറിച്ചേക്കുന്നതല്ല. ഇത് പ്രൂണിങ് ചെയ്യണോടൊപ്പം തന്നെ നമ്മൾ കൊമ്പുകൾ മുറിച്ച് താഴേക്ക് ഇടുന്നുണ്ടാവും. അപ്പോൾ ഇതിന് നോർമൽ പ്രൂണിങ് അല്ല, എന്നാൽ ഹാർഷ് പ്രൂണിങ്ങും അല്ല, ഒരു മീഡിയം പ്രൂണിങ്ങാണ്. ഇത് അടുത്ത കൊല്ലം ഇതിന് കായ ഉണ്ടാവുന്ന രീതിയിലുള്ള പ്രൂണിങ് തന്നെയാണ്. നമ്മൾ ഹാഷ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം വൈകും. നോർമൽ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 6 മാസത്തിനുള്ളിൽ ഉണ്ടാവും. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഉണ്ടാകും, ഇത് ചില കൊമ്പുകളിൽ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ, പകുതിയെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രൂണിങ് കാണുന്നത് ഒരു കൈത്തണ്ടയുടെ വലുപ്പത്തിലുള്ള കാണുമ്പോൾ മനസ്സിലാവും. ഈ കൊമ്പുകൾ ഇട്ടങ്ങനെ കണ്ടാണ് മനസ്സിലാവും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ തോട്ടത്തിൽ ഓൾറെഡി പറി കഴിഞ്ഞതാണ്, അതായത് ഫ്രൂട്ട് പറിച്ചത് കഴിഞ്ഞതാണ്. പറിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് തന്നെയത് എടുത്തത്. അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ എക്സ്പോർട്ടൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കിച്ചിരി ഇനിയിപ്പോൾ ഈ കുറച്ചായിട്ട് വരാനായിട്ട് ഇത്തിരി അസൗകര്യമുണ്ട്, വക്കീൽ ആർക്കെങ്കിലും അത് പറിച്ച് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഈ പണിക്കാരെ വെച്ച് പറിക്കുന്നതിന് കുഴപ്പമില്ല, ഹിന്ദിക്കാരെ വെച്ച് തോന്നിയ രീതിയിൽ പറിക്കും. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഈ സാധനം പ്രൂൺ ചെയ്ത് കൊമ്പ് താഴേക്ക് വെട്ടിയിടാം, എന്നിട്ട് ഞാൻ തന്നെ ഇത് അടർത്തിയെടുത്തിട്ട് ഒരു കഷ്ടി കാലത്തൊടി വൈകുന്നേരം വരെ നിന്നാൽ എനിക്കൊരു 100 കിലോളം എനിക്ക് പറിക്കാൻ പറ്റും. അപ്പോൾ അത് പറിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം മാർക്കറ്റിൽ കൊടുക്കുകയും ചെയ്യാം. നമുക്ക് വേണ്ടപ്പെട്ട മാർക്കറ്റുണ്ട്, വലിയ വിലയൊന്നും താഴാത്ത രീതിയിൽ. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ടുള്ളൊരു ഫ്രണ്ട്, അതിൻ്റെ ഒരു ഡയറക്ടറായിട്ടുള്ളൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ മാർക്കറ്റിൽ കൊടുത്ത് കാര്യം സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കണ്ട, ഇത് സത്യത്തിൽ എനിക്ക് കാണുന്നവർക്ക് സങ്കടം തോന്നും ഇങ്ങനെ വെട്ടിയിട്ട് കണ്ട. സത്യത്തിൽ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അടുത്ത വർഷത്തേക്ക് ഇതിൻ്റെ ഹൈറ്റ് കുറയ്ക്കും. എന്നാലോ നമുക്ക് ഈ തോട്ടിക്ക് പറിച്ച് ഈ സാധനം താഴെ തല്ലി വീണ് ഫ്രൂട്ടിന് കേട് വരെയില്ല. അപ്പോൾ ഈ ഫ്രൂട്ട് കൊണ്ടുപോകണമെന്ന് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ സുഖമായിട്ട് ഒരു ഗ്രേ കളർ പോലെ അടിക്കാണ്ടിരിക്കും. 10 ദിവസം വരെ ഉള്ളിലെ കഴമ്പിനും ഒരു കംപ്ലയിൻറ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ അത് പറിക്കുന്ന ഇനിയിപ്പോൾ പുതിയ മെത്തേഡുകളൊക്കെ ഇങ്ങനെ കൊമ്പ് മുറിച്ചിട്ടുള്ള പറിക്കലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുണ്ട് കൊമ്പുകൾ മുറിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്ന് നമ്മൾ അടത്തി ഇതിലേക്ക് ഇടും. വേണ്ട ഇനിയിപ്പോൾ ഈ കൊമ്പുകളിൽ നിന്ന് നമ്മൾ എടുത്ത് ഫ്രൂട്ട് ശരിക്കും ഇങ്ങനെയൊന്നും അല്ല. കാരണം ഇതിൻ്റെ ഫ്രൂട്ട് പറിച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഇതൊരു 11 സെൻറ്റ് സ്ഥലത്ത് ഒരു 10 മരം വെച്ചേക്കുന്നതാണ്. 10 മരത്തിൽ കൂടി കംപ്ലീറ്റ് ഏകദേശം കൊഴിഞ്ഞു പോയെങ്കിലും നമുക്ക് ഒരു 400 കിലോ ഓൾറെഡി പറിച്ചു. ഇനിയിപ്പോൾ ഒരു 200-250 കിലോ ജസ്റ്റ് ഉണ്ടാവുള്ളൂ, ഒരു 650-700 കിലോ ഉണ്ടാവുള്ളൂ. ഇപ്രാവശ്യം സാധാരണ 1 ടൺ ഉണ്ടാവാറുള്ളൊരു സ്ഥലമാണ്. പക്ഷേ അത് ഈ പ്രാവശ്യം ഒരു 700 കിലോയിലേക്ക് മാറി കൊഴിഞ്ഞു പോയിട്ടുള്ളൂ. അതൊന്നും കുഴപ്പമൊന്നുമില്ല, അത് ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിനിപ്പോൾ ഒരു 10-20 രൂപ. അപ്പോൾ ഇന്ന് ഞാൻ കഷ്ടി 100 കിലോൻ്റെ താഴെ പറിക്കും. ഇനി വേറെ നാളെ മറ്റന്നാൾ എൻ്റെ കോടതിയുടെ സൗകര്യം പോലെ വന്നിട്ട് വീണ്ടും പറിക്കും. അപ്പോൾ ഇന്ന് കോടതിയിലുള്ള മാറ്റർ ജൂനിയർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ നമുക്ക് അത് ഡയറക്റ്റ് ചെയ്തു. അവിടെ ഹാപ്പി ആയിട്ട് ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. വളരെ രസമായിട്ടുള്ള അന്തരീക്ഷം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും രസമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിളികളടക്കം ഇതിൻ്റെ ഉള്ളിൽ വല കുറച്ച് കട്ട് ചെയ്തിട്ട് അവർ കിളികളടക്കം ഇതിൻ്റെ ഉള്ളിലുണ്ട്. നല്ല തീറ്റം തിന്നുണ്ട്. പിന്നെ കിളികൾ തിന്നുമ്പോൾ വേറെ ഗുണമുണ്ട്. അവറ്റകളെ സംബന്ധിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് വേറെ ഒരു ഭക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഭക്ഷണം കൊടുത്തു എന്ന് വിചാരിച്ചാൽ മതി, വേറെ ഒന്നും വിചാരിക്കേണ്ട. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ടണ്ണുള്ള സാധനത്തിൽ ചിലപ്പോൾ ഒരു 10,000 രൂപയുടെ 15,000 രൂപയുടെ നഷ്ടം വരും. എങ്കിൽ കൂടിയിട്ട് നമ്മൾ പ്രകൃതിനെ പരിപാലിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്തിട്ട് വേണമല്ലോ. അവർ കൃഷിയൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇത് ബേഡ്സൊന്നും കൃഷിയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ കൃഷി ചെയ്താലല്ലേ അവർക്കും കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ വചനം പോലെ ആകാശത്തിലെ പറവകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. പക്ഷെ അവർക്ക് പകരം നമ്മൾ വിതയ്ക്കുകയും ചെയ്യണം, കൊയ്യുകയും ചെയ്യണം. എന്നാലാണ് ഈ ലോകം ഇങ്ങനെയൊക്കെ നിലനിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിതയ്ക്കാനും തയ്യാറാണ്. പകുതി കൊയ്യണുള്ളൂ, പകുതി അവർ കൊയ്തോട്ടെ, കുഴപ്പമില്ല. നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഈ കാണുന്ന മരം കൂടി ഞാൻ ഇതേപോലെ ഹാഷ് പ്രൂൺ ചെയ്യും. ഇന്ന് 2 മരം ഹാഷ് പ്രൂൺ ചെയ്യും. അപ്പോൾ ഒരു 100 കിലോൻ്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നാളെ കോടതിയിലെ മാറ്റർ പോലെ നാളെ കേസ് ഫയൽ കുറവാണെങ്കിൽ ജൂനിയറിനെ വിളിച്ച് പറഞ്ഞ് നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, അടുത്ത 2 മരം കൂടി ചെയ്യും. അപ്പോൾ ഒരു 100 കിലോ കിട്ടും. അങ്ങനെ ഒരു 5 പ്രാവശ്യമായിട്ട് ഈ 10 മരത്തിൻ്റെ അടുത്ത് ഞാൻ ഇത് ചെയ്യും. അപ്പോൾ എനിക്ക് പണിക്കാശ് ഇനത്തിൽ തന്നെ ഒരു 17,000 എനിക്ക് കിട്ടും. മാത്രമല്ല നല്ല ഫ്രൂട്ടായിട്ട് എനിക്ക് പറിക്കാൻ പറ്റും. ഒപ്പം പ്രൂണിങ്ങും നടക്കും, എല്ലാ കാര്യങ്ങളും നടക്കും. ഞാനിത് ഇങ്ങനെ ഈ വീഡിയോ ഇടുന്നത് സത്യത്തിൽ ഞങ്ങളുടെ കേരള റംബൂട്ടാൻ ആൻഡ് മാംഗോസ്റ്റീൻ ഫാമേഴ്സ് ഫോറം എന്ന് പറഞ്ഞ അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കും കൂടി വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോരുത്തർ ചെയ്യുന്ന മെത്തേഡ്സൊക്കെ കൈയോടെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഗ്രൂപ്പിലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. വേറെ ഒന്നും ഉണ്ടല്ല, നമ്മൾ ചെയ്യുന്നത് അബദ്ധമാണെങ്കിലും നന്മയാണെങ്കിലും മറ്റുള്ളവരോട് അറിഞ്ഞോട്ടെ. അപ്പോൾ പ്രശ്നാത്മകമായിട്ടുള്ള മറുപടികൾ വന്നിട്ട് നമുക്ക് പുതിയ ക്രിയേറ്റിവിറ്റി ഫോം ചെയ്തിട്ട് അതിലേക്ക് പുതിയ ഇന്നോവേഷൻസ് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചുരുക്കുന്നു. ഇനി മറ്റന്നാൾ പറിക്കുന്ന സമയത്ത് ഒന്നും കൂടി വീഡിയോ ഇടാം കേട്ടോ. എന്തായാലും താങ്ക് യു. അതേ ബേഡ്സിൻ്റെയൊക്കെ സൗണ്ടുകൾ ഒന്നുകൂടി കേട്ടോ. വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട്. ഇത് ഈ മരത്തിൽ നിറച്ചത് ഈ 2 മരം എന്ന് പറയുന്നത് നന്നായിട്ട് പ്രൊഡക്റ്റിവിറ്റി ഉണ്ടാവില്ല. 300 കിലോ ഇത് കിട്ടുന്ന മരങ്ങളാണ്. പക്ഷേ ഈ കൊല്ലം അതിൽ കുറവാണ്. പക്ഷേ ബേഡ്സ് നല്ല താങ്ങുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷം. നമസ്കാരം. താങ്ക് യു.